Hi, welcome to Saji's Innovations. ഇന്ന് ഞാൻ നിൽക്കുന്നുണ്ട് ഒരു വാഴക്കുലയുടെ അടുത്ത. ഇത് കഴിഞ്ഞ ദിവസം നാട്ടിൽ പോയപ്പോൾ ഞാൻ കൊണ്ടുവന്നൊരു വാഴക്കുലയാണ്. നാടൻ വാഴയുടെ കൊലയാണ്. നേന്ത്രനെന്നോ ഏത്തനെന്നൊക്കെ പറയും. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇതിൽ നിന്നൊരു 4 പഴം എടുത്തിട്ട് ഞാൻ മക്കൾക്കൊരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കി കൊടുത്തായിരുന്നു. അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവർക്ക് ഇന്നും അത് തന്നെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന കൂടെയാണ്. അപ്പോൾ നിങ്ങളെയും കൂടെ കാണിക്കാവുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ വീണ്ടും എൻ്റെ വാഴക്കുലയുടെ ചുവട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഇതിന്നൊരു 4 പഴം എടുത്തിട്ട് ഒരെണ്ണം നേരത്തെ എടുത്ത് വെച്ചിരിപ്പുണ്ട്. 5 പഴത്തിൽ ഉണ്ടാക്കാൻ പോകണം കേട്ടോ. ഇതൊരെണ്ണം നേരത്തെ ഇവിടെ ഇരുന്നതാ. ഒരു 5 വാഴപ്പഴം കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് നിങ്ങൾ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഈ വാഴപ്പഴത്തിനൊന്ന് പൊളിച്ച് കട്ട് ചെയ്യാൻ പോവാം കേട്ടോ. കട്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണിക്കാം. ഇങ്ങനെ 4ആയിട്ട് കീറുക. അപ്പോൾ നമ്മുടെ ഈവനിങ് സ്നാക്കിനുള്ള ഐറ്റംസ് റെഡിയാണത്. ഞാൻ ഏത്തപ്പഴം എല്ലാം അരിഞ്ഞ് കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന ഒരു സാമാന്യം വലിയ തേങ്ങയുടെ പകുതി കേട്ടോ, ഒരു മുറി എന്ന് പറയും നമ്മൾ, അത് ചെറിയ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നെയ്യ്, ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഒരു 3 ഏലക്കായ ചതച്ച് വെച്ചിട്ടുണ്ട്, ഒരല്പം ഉപ്പും വെച്ചിട്ടുണ്ട്. ഇത്രയും ഐറ്റംസ് കൊണ്ട് ഉണ്ടാക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനമാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് ഒന്നായിട്ട് എങ്ങനെ ഉണ്ടാക്കണമെന്ന്. അപ്പോൾ ആദ്യം ഞാൻ അടുപ്പത്ത് ഓൾറെഡി ഒരു പാൻ വെച്ചിട്ട് ചൂടായിരിപ്പുണ്ട്. ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ കണക്കാക്കി ഞാൻ നെയ്യ് ഒഴിക്കുക കേട്ടോ. നെയ്യ് നിങ്ങൾ എടുക്കുന്ന ഏത്തപ്പഴത്തിൻ്റെ അളവനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. സോ നെയ്യ് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് നമ്മളെടുത്ത ഏത്തപ്പഴം ഇട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ നമ്മൾ ഏത്തപ്പഴം ഒരു 5 മിനിറ്റോളം ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഈ സമയം നമ്മളിതിലേക്ക് എടുത്തു വെച്ച തേങ്ങ ഉണ്ടല്ലോ, തേങ്ങ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ ഏത്തപ്പഴത്തിൻ്റെ മധുരം അനുസരിച്ച് ക്രമീകരിക്കുക കേട്ടോ. ഞാനൊരു 3 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് പഞ്ചസാര. പിന്നെ ഒരു 3 ഏലക്കായ ചതച്ചതും കൂടി ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരല്പം ഉപ്പും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഫ്രൈ ആകുന്നത് വരെ, ഒരു ഹാഫ് ഫ്രൈ നിങ്ങളുടെ ആവശ്യമനുസരിച്ച് ചെയ്യാം, ഒന്ന് മൂത്ത് നന്നായിട്ട് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഏത്തപ്പഴം റോസ്റ്റ് ഏതാണ്ട് ചെറിയൊരു ബ്രൗൺ നിറം, ഒരു ലൈറ്റ് ബ്രൗൺ നിറത്തിലേക്ക് മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എത്ര വേണം മൂപ്പിച്ചെടുക്കാം. ഇതിൽ കൃത്യമായിട്ടൊരു അളവൊന്നുമില്ല, കാരണം ഓൾറെഡി നന്നായിട്ട് പഴുത്ത പഴമാണ്. ഒത്തിരി ഫ്രൈ ആയില്ലെങ്കിലും ടേസ്റ്റ് തന്നെയാണ്. ഇത് ചായയുമായിട്ട് ഞങ്ങൾ ആൾ റെഡിയാണ്, ചായ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് റെഡിയാണ്. അപ്പോൾ ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നമ്മുടെ ഏത്തപ്പഴം കൊണ്ടുള്ള ഹെൽത്തി ഈവനിങ് സ്നാക്ക് റെഡിയാണ്. ഇത് കണ്ടോ, ഞങ്ങൾ 4 പേരും ചായ കുടിക്കാൻ റെഡിയാണ്. എന്നാലും ടേസ്റ്റ് ചെയ്യാൻ വരുന്നില്ല, ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് കാണിക്കുന്നില്ല, എന്തായാലും ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഭയങ്കര ടേസ്റ്റിയാണ്, യമ്മിയാണ്, ഭയങ്കര ഹെൽത്തിയാണ്. ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക.
സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്. ഞങ്ങളിനി ചായ കുടിക്കട്ടെ കേട്ടോ. ഓക്കെ.